Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدًا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. صدق الله العظيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഈ ജുമുഅ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, നഷ്ടപ്പെടാത്ത അമലായി അല്ലാഹു തആല ഇതിനെ രേഖപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും നമുക്കൊക്കെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ പാപങ്ങളും ഈ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പലരുടെയും മാതാപിതാക്കളടക്കമുള്ള പലരും ഇന്ന് ബർസഖി ജീവിതത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങൾ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ വിഷയം ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ എല്ലാ ജുമുഅയുടെയും കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എല്ലാ ആഴ്ചയിലും നമുക്ക് മിമ്പറിൽ നിന്ന് കിട്ടണം. ആ വിഷയം എന്നെയും നിങ്ങളെയും വളരെ ആത്മാർത്ഥമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും മുത്തഖീങ്ങളിൽ ഇടം നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ജുമുഅ ഖുതുബ ഒരു സാധാരണ ക്ലാസ് പോലെ, പ്രസംഗം പോലെ കേൾക്കേണ്ട ഒന്നല്ല. ഫസ്തമിഉ വ അൻസിതു എന്നാണ് പ്രയോഗം.
അതായത് രണ്ട് നിബന്ധനയുണ്ട് ഖുതുബ സ്വീകരിക്കാൻ. ഒന്ന് ഇസ്തിമാ ആണ്. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം, കേട്ടാൽ പോരാ, ഖുതുബ ശ്രദ്ധിക്കണം. അത് പറയുന്ന ആളുടെ മഹത്വം കൊണ്ടോ പോരിശ കൊണ്ടോ ഒന്നുമല്ല. ഈ മിമ്പർ, ഈ സിസ്റ്റം അതാണ്. അതുകൊണ്ട് ഖുതുബ ശ്രദ്ധിച്ചാൽ അതിന് വലിയ പ്രതിഫലനമുണ്ടാകും. രണ്ടൊന്ന് നിശബ്ദത പുലർത്തണം. ഒരാളോട് നിങ്ങൾ മാറിയിരിക്ക് എന്ന് പറഞ്ഞാൽ പോലും ഫഖദ് ലഗ ഫലാ ജുമുഅത്തല, അവൻ്റെ ജുമുഅ ബാത്തിലായി, അവനക്ക് ജുമുഅ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ റമദാനിൻ്റെ 10-13 ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സന്ദർഭത്തിൽ ഖുതുബയിലൂടെ എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്, നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് നേടണം, അത് നോമ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരല്ലോ. തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് കഴിയുമ്പോൾ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ആത്മാർത്ഥമായി തക്ബീറാകുന്ന മന്ത്രധ്വനി മുദ്രാവാക്യം വിളിക്കാൻ കഴിയണം. ശവ്വാലിൻ്റെ അമ്പിളി അങ്ങ് മാനത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഹൃദയത്തിൽ നിന്ന് വരണം. ഒരു ആഹ്ലാദ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ നിസ്കാരം, അതിൻ്റെ തക്ബീറൊക്കെ. ഏതിൻ്റെ ആഹ്ലാദം? എപ്പോഴാണ് ആഹ്ലാദം ഉണ്ടാകുക? വലിയൊരു സമരം വിജയിച്ചാലാണ്. ഒരു പോരാട്ടം വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനം ആളുകൾ നടത്തും. റമദാൻ വിശ്വാസികൾക്ക് ഒരു പോരാട്ടമാണ്. എല്ലാ ഇയറിലും എല്ലാ വർഷത്തിലും കടന്നു വരുന്ന ഒരു മാസം നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്. മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരുപോലെ. അത് നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് അതിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദമാണ് തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ എന്ന് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ആ ആയത്തിൻ്റെ സമാപനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ നോമ്പ് കൊണ്ട് വിജയം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏത് നിലക്കുള്ള വിജയം നമുക്ക് കിട്ടേണ്ടത്? രണ്ട് നിലക്ക് നമുക്ക് നേട്ടമുണ്ടാകണം. ഒന്ന് ശാരീരികമായി നമ്മൾ ഹെൽത്തിയായി മാറണം. രണ്ട് മാനസികമായ ഹെൽത്ത്, ഈമാനിൻ്റെ ഹെൽത്ത്. ഇത് രണ്ടും നോമ്പ് കൊണ്ട് കിട്ടും എന്ന് ഖുർആനിലും ഹദീസിലും ഉണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഒരല്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. ശാരീരികമായ ഹെൽത്ത് നോമ്പിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കൂ, അതുവഴി നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ. നോമ്പെടുത്താൽ ആരോഗ്യം ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. നോമ്പെടുത്താൽ ആരോഗ്യമുണ്ടാകും. അതിനെന്ത് ചെയ്യണം? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പലരും പല നിലക്കുള്ള രോഗങ്ങൾ കൊണ്ട് പുറതിമുട്ടുന്നവരാണ്. എന്തെല്ലാം അസുഖങ്ങളാണ് നമ്മുടെ നാടുകളിൽ. എല്ലാ ദിവസം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ആളുകളുണ്ട്. ഡയാലിസ് ചെയ്യാനും ഷുഗറും പ്രഷറും ഒക്കെയായിട്ട്. നമ്മുടെ ശരീരത്തിൽ എത്രമേൽ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ദൃഷ്ടിക്കപ്പുറം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഹാർട്ട്, ഹൃദയം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തഖ്വയും. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ മുഷ്ടിയില്ലേ, മുഷ്ടി ചുരുട്ടുക എന്നൊക്കെ പറയും. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഒരാളുടെ മുഷ്ടിയുടെ വലിപ്പമുണ്ട് അയാളുടെ ഹാർട്ട്. ഈ ഹാർട്ട് ഒരു മിനിറ്റിൽ 70-70-ലധികം സെക്കൻഡുകൾ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ നമ്മൾ ഉണർച്ചയിലും ഉറക്കത്തിലുമൊക്കെ ഹാർട്ട് ഇടിക്കുകയാണ്. ആ ഒരു മിടിപ്പിൽ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്ന ഹാർട്ട്. നമ്മൾ വല്ലപ്പോഴും ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ സെക്കൻഡിലും എൻ്റെയും നിങ്ങളുടെയും ഹാർട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ 12,000 ലിറ്റർ, അതിലധികം ലിറ്റർ ബ്ലഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്ന ഹാർട്ട് എന്ന അവയവത്തിന് വല്ല രോഗം ബാധിച്ചാൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശ്വാസകോശം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആമാശയം, സ്റ്റൊമക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ആമാശയത്തിൽ നമ്മുടെ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നു.
അത് ചെറുകുടലിലേക്കും പിന്നെ വൻകുടലിലേക്കൊക്കെ പോകുന്നു. കരളിൻ്റെ പ്രവർത്തനമുണ്ട്, കിഡ്നിയുടെ പ്രവർത്തനമുണ്ട്. ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ളിൽ അതിൻ്റെ ഇന്റേണൽ ഓർഗൻസ് നിരന്തരമായി നമുക്ക് വേണ്ടി എന്തെല്ലാം പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവയവങ്ങൾക്കൊക്കെ നല്ല റെസ്റ്റ് കിട്ടണം, വിശ്രമം കിട്ടണം. അതിന് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കും. ഇതിനൊക്കെ നോമ്പ് പകല് മുഴുവനും ഭക്ഷണം ഒഴിവാക്കിയത് രാത്രി മുഴുവനും ഖളാ വീട്ടാനാണ് തീരുമാനമെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാക്സിമം ഭക്ഷണം ഒഴിവാക്കി ഒരു മാസം നിന്റെ ശരീരത്തിന് സമ്പൂർണമായ വിശ്രമം നൽകുകയാണെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ വലിയ മാറ്റം ശരീരത്തിൽ പ്രകടമാകുമെന്ന് ഹദീസിലുണ്ട്, ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരും പറയുന്നുണ്ട്. ഡോക്ടർമാരൊന്നും പറയണമെന്നില്ല നമുക്ക് ഇത് അംഗീകരിക്കാൻ. അതാണ് ഒരു വശം. അപ്പം ശാരീരികമായി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, ഫിസിക്കലി ഹെൽത്തി ആകണം. നമ്മൾ നോമ്പെടുത്താൽ ആ ഒരു നിയ്യത്തോടു കൂടി ആരും നോമ്പെടുക്കാൻ നിൽക്കരുത്, അത് വേറെ വിഷയം. രണ്ടാമത്തെ ഹെൽത്ത് നമ്മുടെ മാനസികമായ ഹെൽത്താണ്. നമ്മുടെ മാനസികമായ ഹെൽത്ത് എന്നുള്ളത് ഉദ്ദേശിച്ച ഈമാനികമായ ഹെൽത്താണ്. നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടണം. നോമ്പ് കഴിയുമ്പോൾ റമദാന് കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് നേരെ സിനിമാ തിയേറ്ററിലേക്ക് പോകലാണ് നമ്മുടെ പഴയ ശൈലി. ഇപ്പം പല ആളുകളും കുപ്പി പൊട്ടിക്കലാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര 30 ദിവസം നോമ്പെടുത്തത്? ഈ നോമ്പ് കൊണ്ട് ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം നോമ്പ് കഴിയുമ്പോൾ നോമ്പിലൊരു തീരുമാനം എടുക്കാമല്ലോ. എന്നെ കൊണ്ട് സാധിക്കുമെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ഫ്രിഡ്ജിൽ ഭക്ഷണമുണ്ട്, ഭാര്യ മക്കൾ ആരുമില്ല, ആരും കാണാനും പോണില്ല. എന്നാലും നമ്മൾ തുള്ളി വെള്ളം പോലും കുടിക്കുകയില്ല. കാരണം എനിക്ക് നോമ്പാണ്. അപ്പം എന്നെക്കൊണ്ട് സാധിക്കും എന്ന് ഞാൻ തെളിയിച്ചു. ഒരു മാസം കുടിക്കാതിരിക്കാൻ പറ്റും. ഇത് മുസ്ലിങ്ങളോട് ഇവിടെ ഒന്ന് പറയേണ്ട വർത്താനമൊന്നുമല്ല. കാരണം കുടിക്കലും മുസ്ലിമും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എവിടേക്കാണ് ഈ സമുദായത്തിൻ്റെ പോക്ക്? എങ്ങനെയാണ് ഇത്രമേൽ ഈ സമുദായത്തിൻ്റെ ഹൃദയം വെടക്കായത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ കാനത്ത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബി, ആ ഒരൊറ്റ തിന്മ കാരണം അയാളുടെ മനസ്സിൽ ഒരു കറുത്ത കുത്ത് വീടും, ഒരു കറുത്ത പുള്ളി. ഫഇൻ താബ, എന്നിട്ട് അവൻ തൗബ ചെയ്തു, വനസഅ, ആ തെറ്റിൽ നിന്ന് വിരമിച്ചു, വസ്തഗ്ഫറ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, അല്ലാഹുവേ ഞാൻ വ്യഭിചരിച്ചു പോയി, ഞാൻ മദ്യപാനം ചെയ്തു പോയി തമ്പുരാനെ, അല്ലാഹുവേ ഞാൻ പല നുണകളും പറഞ്ഞു പോയി റബ്ബേ, പലിശ എനിക്ക് വിലക്കപ്പെട്ടതാണ്, ഞാൻ അതുമായി ബന്ധപ്പെട്ടു അങ്ങനെ എന്തൊരു തെറ്റാണോ സംഭവിച്ചതെങ്കിൽ ആ തെറ്റ് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. വസ്തഗ്ഫറ, അവൻ ഇസ്തിഗ്ഫാർ ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും ഈ പാപത്തിലേക്ക് മടങ്ങുകയില്ല. അങ്ങനെ തീരുമാനിക്കണം. അല്ലാണ്ട് ഞാൻ മടങ്ങുമോ? എനിക്കെന്നെ സംശയം. എന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുമെന്ന് ഒരു മാസം തെളിയിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ സമ്പൂർണമായ തൗബ, ഇസ്തിഗ്ഫാർ ഈ റമദാനിന്റെ പ്രത്യേകതയാണ്. മഗ്ഫിറത്തിന്റെ 10-ലല്ലേ നമ്മളുള്ളത്. അല്ലാഹു തആല പൊറുക്കാൻ റെഡിയാണ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, തെറ്റ് ചെയ്തു പോയവരെ, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെ, വരൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ഇതൊരു ഓഫറാണ്. ചെറിയ ഓഫറൊക്കെ കേൾക്കുമ്പോഴേക്ക് കടകളിലേക്കും ഷോപ്പുകളിലേക്കും കുതിച്ചു പായുന്ന ആളുകളല്ലേ. അള്ളാന്റെ ഓഫറാണ്. തെറ്റ് സംഭവിച്ചോ? ചില ആളുകൾക്കൊരു നിരാശ ഉണ്ട്, ഞാനൊക്കെ ചെയ്തു പോയ തെറ്റ് ഒരിക്കലും അല്ലാഹു പൊറുക്കൂലാന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ഉണർത്തുന്നു, ആ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയാണ് നീ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ്. നീ ഒരു തെറ്റ് ചെയ്തു പോയി മനുഷ്യനാണോ? തെറ്റ് ചെയ്യാം. ഏത് മനുഷ്യനും, പ്രവാചകന്മാരല്ലാത്ത മനുഷ്യർക്കൊക്കെ തെറ്റ് സംഭവിക്കാം. ഉഹദ് മലയോളം വലുപ്പമുള്ള തെറ്റാണ് ചെയ്തത്.
ഒരിക്കലും അള്ള പൊറുക്കൂല എന്ന് വിചാരിക്കുന്ന തെറ്റാണോ ചെയ്തത്, ആ തെറ്റും അള്ള പൊറുക്കും. ആ തെറ്റ് എനിക്കിനി അള്ള പുറത്ത് തരൂല എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടുകയാണെങ്കിൽ ആ നിരാശപ്പെടലാണ് നീ ഇത്രകാലം ചെയ്ത തെറ്റുകളെക്കാൾ വലിയ തെറ്റ്. അതുകൊണ്ട് നിരാശ വേണ്ട. അള്ളാഹു ഗഫൂറാണ്. അല്ല നമ്മളങ്ങനെ പിടിച്ചു വിഴുങ്ങാൻ നോക്കുന്നില്ല. അല്ല വാതിലിങ്ങനെ തുറന്ന് വാ വരൂ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞൊരു ചരിത്രമുണ്ട്, നമ്മൾ എത്ര തവണ കേട്ടതാണ്. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം വലിയൊരു ഗുണ്ടയായിരുന്നു, റൗഡി. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കൊന്നു 99 പേരായപ്പോ അപ്പോഴാണ് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവണം. പഠിച്ചോനെ എനിക്ക് തൗബ ഉണ്ടാവും. ഈ വഞ്ഞാറമൂട്ടിലെ അവർക്ക് തൗബ ഉണ്ടാവും? അതും നമ്മുടെ പരിധിയിൽ പെട്ടതല്ല. ഇയാൾ എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു പണ്ഡിതനെ അന്വേഷിച്ചു. ആ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അയാൾ ഇവരൊക്കെ കേട്ട പറഞ്ഞ്, ചങ്ങായി എൻ്റെ മുന്നിൽ നിന്ന് എണീച്ച് പോയിക്കോ, എനിക്ക് തൗബ. 99 ആളെ കൊന്നിട്ട് വന്നേക്കുക. ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ വാള കണ്ട് ഊരിയിട്ട് അയാളെയും കൊന്നു. അങ്ങനെ സെഞ്ചുറി അടിച്ചു. 100 പൂർത്തിയാക്കി. പിന്നെയും അയാൾക്ക് ഖേദം വന്നു, പടച്ചോനെ തെറ്റായി പോയല്ലോ, ഒരു നിമിഷത്തിന്റെ കോപത്തിൽ ഞാൻ പിന്നെയും ഇതാ ഗുരുതരമായ തെറ്റ് ചെയ്തു. അങ്ങനെ വേറെ ഒരു പണ്ഡിതനെ അന്വേഷിച്ചു. അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു, ആ തോബുണ്ട്, അള്ള സ്വീകരിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു, ഈ നാട്ടിൽ നിൽക്കരുത്, ഇത് കുറച്ച് എനിക്ക് പറ്റിയ നാടല്ല, ഈ വേറെ നാട്ടിലേക്ക് പോയിക്കോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും, ഒന്ന് മാറി നിൽക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ അദ്ദേഹം പോകുന്നതിന് ഇടയിലാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ വരുന്നു, അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുന്നു. നമ്മൾ കേട്ടതല്ലേ, ഇനി ആ ചരിത്രം ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹം ഇപ്പൊ മുഅ്മിനാണോ കാഫിറാണോ, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, ഏത് മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത്? ഒരു നന്മയും മനുഷ്യൻ ചെയ്തിട്ടില്ല. എന്നാൽ പശ്ചാത്താപ മനസ്സോടുകൂടിയാണ് ഇദ്ദേഹം പോകുന്നത്. അവസാനം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, എന്നിട്ടാണ് തീർപ്പാക്കുന്നത്. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, എത്ര ഗുരുതരമായ തെറ്റ് സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യാനുള്ള അവസരമാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. നിസ്കരിക്കാത്തതിന് തൗബ, കള്ളു കുടിച്ചതിന് തൗബ, വ്യഭിചരിച്ചതിന് തൗബ, നുണ പറഞ്ഞതിന് തൗബ, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലേ? ഇതിനൊക്കെ തൗബ വേണം, എല്ലാ തിന്മക്കും തൗബ വേണം. അതിലേറെ തൗബ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കള് കള്ളിനും കഞ്ചാവിനും പിന്നാലെ എന്തൊരു പോക്കാണത്. പപ്പാനെ കൊല്ലാനും ഉമ്മാനെ കൊല്ലാനും കുടുംബത്തെ മൊത്തം കൊല്ലാനും ഭയമില്ലാത്ത വിധം കുട്ടികളുടെ മനസ്സ് കറുത്ത് കരിവാളിച്ച് മരവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന് ഉത്തരവാദികൾ അവര് മുഴുവനും പശ്ചാത്തപിക്കണം. പണ്ഡിതന്മാര് തൗബ ചെയ്യണം. ഞാൻ അതിന് ഉത്തരവാദിയാണോ? അതല്ല എൻ്റെ വയല് കേവലം ഒരു പ്രഹസനമാണോ? രക്ഷിതാക്കളെ, ചെറിയ കുട്ടികൾ നഴ്സറി സ്കൂളിൽ ചേർത്തിട്ട് അവിടുത്തെ കലാപരിപാടിക്ക് നിങ്ങൾ 4 വയസ്സും 5 വയസ്സും പ്രായമുള്ള കുട്ടിയിൽ ഒരു തരം നൃത്തപരിപാടി അവതരിപ്പിച്ച് ഏതോ ഒരു പാട്ടും വെച്ച് കൊടുത്ത് ആ കുട്ടിയെ കൊണ്ട് വലിയൊരു ജഹാലത്ത് ചെയ്യിപ്പിച്ചാൽ എന്താ നിങ്ങൾ നട്ടത്? ആ കുട്ടിയുടെ മനസ്സിൽ ഈമാനിന്റെ കണിക നഷ്ടപ്പെടുത്തുന്ന ഒരു ജഹാലത്തല്ലേ നിങ്ങൾ ആദ്യമേ നട്ടത്? പിന്നെ ആ കുട്ടി തെറ്റിലേക്ക് വഴിതെറ്റുന്നതിന്റെ ഉത്തരവാദികളാരാ? രക്ഷിതാക്കളാണ്. ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു മാമാങ്കം കുട്ടി പോലും അറിഞ്ഞിട്ടില്ല. ഒരു വയസ്സായ കുട്ടിക്ക് എന്തറിയാനാ? ആരെ തൃപ്തിപ്പെടുത്താനാ നിങ്ങൾ ബർത്ത്ഡേ നടത്തിയത്? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇയാൾ ഏത് ലോകത്താണ്? അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇനിയൊക്കെ മറിച്ച് ചിന്തിക്കണം. വല്ലാതെ കൈവിട്ടു പോയി കാര്യങ്ങൾ. സ്വാതന്ത്ര്യം അമിതമായി പോയി, നമ്മുടെ പരിധിക്കപ്പുറം കാര്യങ്ങളായി. എല്ലാം തിരിച്ചു പിടിക്കണം. ബർത്ത്ഡേ എന്ന് പറയുന്ന ഹറാമ് കൊണ്ട് കുട്ടിയുടെ ഒരു വയസ്സിനെ നിങ്ങൾ ആഘോഷമാക്കിയെങ്കിൽ ആ കുട്ടിയിലും അതിൻ്റെ മുതിർന്ന കുട്ടികളിലൊക്കെ ഒരു പൈശാചികമായ അല്ലെങ്കിൽ ഒരു അനാചാരം, ഒരു ജാഹിലിയത്ത് നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി രക്ഷിതാക്കളാണ്. സ്കൂളിൽ നിന്ന് അങ്ങോട്ട് ടൂറ് പോകുമ്പോൾ അത് ടൂറല്ലേ? പോയിക്കോട്ടെ. ആരെ കൂടെയാ പോകുന്നത്? ഏതൊക്കെ അധ്യാപകരാണ് കൂടെയുള്ളത്? എല്ലാ സ്കൂളുകളെയുമല്ല ഞാൻ പറയുന്നത്. ഏത് കോലത്തിലാ പോകുന്നത്?
ഓണത്തിൻ്റെയും പേര് പറഞ്ഞ് എന്തെല്ലാം പേക്കുത്തുകളാ കുട്ടികൾ ചെയ്തത്. അപ്പോഴൊക്കെ രക്ഷിതാക്കള് അതിപ്പോഴത്തെ കാലല്ലേ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് പരിധി വിട്ട് അങ്ങോട്ട് കെട്ടയച്ചു വിട്ടതാരാണ്? അവരെ മുഴുവനും പശ്ചാത്തപിക്കേണ്ടി വരും. ഞാനും നിങ്ങളും തൗബ ചെയ്യേണ്ടി വരും. നിസ്സാര കാര്യമല്ല. ഈ സമുദായത്തെ നിയന്ത്രിക്കേണ്ട വിധം നിയന്ത്രിക്കേണ്ട ഉത്തരവാദപ്പെട്ടവർ മതപ്രഭാഷണങ്ങൾ കലാപരിപാടികളായി മാറിയിട്ടുണ്ട്. മറുഭാഗത്ത് മതപ്രഭാഷണങ്ങൾ സമുദായം ഇങ്ങനെ വല്ലാത്തൊരു പോക്ക് പോകുമ്പോൾ അടച്ചിട്ട റൂമിൽ ഇരുന്ന് പരസ്പരം തെറിവിളിക്കുന്ന മതസംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. രക്ഷിതാക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ, തലമറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് പുരട്ടി പോകുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് കെട്ടയച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ തൗബ ചെയ്യണം, കുട്ടികളോട് മാപ്പ് പറയണം, തലമുറയെ നമുക്ക് തിരിച്ചു പിടിക്കണം. എത്ര കാലമായി റമദാനൊക്കെ വരാൻ തുടങ്ങിയിട്ട്, എത്രയാ നമ്മൾ ഖുത്ബ കേട്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ 10 നമ്മളുള്ളത്. പാപമോചനത്തിന്റെ പ്രധാനപ്പെട്ട 10 ദിനരാത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തൗബ ചെയ്യല്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അശദ്ദു ഹബ്ബൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചെന്തറിയോ, വഅലുകളും പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ക്രൂരനായ ഒരു അള്ളാഹ്, ഭീകരനായ ഒരു അള്ളാഹ്, ഇതിനെ പിടിച്ചിങ്ങനെ വിഴുങ്ങാൻ നിൽക്കുന്ന അള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചെല്ലുമ്പോൾ പോലും പറയുന്നത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ്. അള്ളാഹ് ഭീകരനല്ല, അള്ളാഹു സ്നേഹിക്കാനുള്ളവനാണ്. അള്ളാഹിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അശദ്ദു ഹുബ്ബൻ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ബിതൗബത്തി അബ്ദിഹി, അള്ളാഹിൻ്റെ അടിമ തൗബ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? റിവേഴ്സ് എടുക്കുക എന്നാ. തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നാണ്. എവിടേക്കാണ് ഞാൻ ഈ പോകുന്നത്? എൻ്റെ പോക്കിത്തറ ശരിയാണോ? ഞാനൊരു സ്ഥലത്തേക്ക് വാഹനം ഓടിച്ച് പോകുമ്പോൾ വഴിതെറ്റി എന്നറിഞ്ഞാൽ ഞാൻ തിരിച്ചു വരണ്ടേ? ഈ സാരല്ല, പിന്നെ അങ്ങനെ പോകാം എന്നാണോ തീരുമാനിക്കേണ്ടത്? അല്ല. എങ്കിൽ ജീവിതത്തിൽ എനിക്ക് എന്തോ പാളിച്ച സംഭവിച്ചിരിക്കുന്നു, ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നത് ഈ അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. എൻ്റെ ഇളയ പ്രായക്കാരായ എത്രയോ പേർ മരണപ്പെട്ടു പോയി. എൻ്റെ സഹപ്രവർത്തകർ പലരും ഇന്ന് ബർസഖിലാണ്, ഖബറിലാണ്. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ? അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മയിലെങ്ങാനും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുക, റിവേഴ്സ് ഗിയർ ഇടുക, തിരിച്ചു വരിക, വണ്ടി തിരിക്കുക. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, തെറ്റുകളുടെ കൂമ്പാരം ചെയ്തിട്ടും ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, ഇല്ലാ മൻ താബ, ആരെങ്കിലും തൗബ ചെയ്താൽ, വആമന, എന്നിട്ട് ഈമാനിനെ ഒന്നുകൂടെ റീഫ്രഷ്മെന്റ് ചെയ്താൽ, വഅമില അമലൻ സാലിഹാ, പിന്നീട് അങ്ങോട്ട് സൽക്കർമ്മങ്ങൾ മുഴുകുകയും ചെയ്താൽ. ഈ സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ 24 മണിക്കൂർ കുത്തിരിക്കണമെന്നൊന്നുമില്ല. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ ഏതെല്ലാം മേഖലയിൽ ഇടപെടുന്നുവോ അവിടെ എല്ലാം കൃത്യമായി ഇടപെടുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തൗബ ചെയ്യുക. അല്ലാഹു അശദ്ദു ഹുബ്ബൻ ബിതൗബത്തി അബ്ദിഹി, ഒരു അടിമ തൗബ ചെയ്യൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. റസൂലിന്റെ പ്രയോഗം നോക്ക്, അശദ്ദു ഹുബ്ബൻ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പെരുത്തിഷ്ടം. കാരണവന്മാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അള്ളാഹ്ക്ക് പെരുത്തിഷ്ടമാണ് തൗബ ചെയ്യൽ എന്ന് പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഹൃദയത്തിൽ തട്ടിപ്പറയണം. 1 തവണയോ 2 തവണയോ പറയുമ്പോൾ ഒന്നും ആവില്ല, ഒന്നും അറിയില്ല, ഒന്നും തോന്നില്ല. അപ്പം എന്ത് ചെയ്യണം? പലതവണ പറയണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം. പറഞ്ഞ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ദുനിയാവിലെ 3 ഗുണങ്ങൾ റസൂൽ പറഞ്ഞത് ഞാൻ പറയട്ടെ. അള്ളാഹിൻ്റെ റസൂൽ പറയാ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ആരെങ്കിലും പതിവാക്കിയാൽ, വല്ലപ്പോഴും ചെയ്താൽ പോരാ,
മൂപ്പർക്കൊരു ഹാലുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടലാണ്. അത് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുസല്ലിയും മടക്കി വെച്ച് അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമദാൻ ഞാൻ പോവും. ചെയ്യുന്ന വളരെ കുറച്ചാണെങ്കിലും പതിവായിട്ട് ചെയ്യുക. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ഒരാൾ പതിവാക്കിയാൽ, ദായിമാക്കിയാൽ, ലാസിമാക്കിയാൽ 3 ഗുണം മനസ്സിൽ കോറിയിട്ടോ. ദുനിയാവിൽ കിട്ടുന്ന 3 ഗുണം. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളിഖിൻ മഖ്റജാ, എല്ലാ ഇടങ്ങറിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു എക്സിറ്റ്, ഒരു മഖ്റജ്, പുറത്തേക്കുള്ള വഴി അള്ളാഹ് കാണിച്ചിരുന്ന. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി ഉണ്ടാവൂലേ? സാമ്പത്തിക പ്രതിസന്ധി, കുട്ടികളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, പഠനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ? ഇസ്തിഗ്ഫാർ പതിവാക്കിയ ആൾക്ക് ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ ഇടങ്ങേറിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹ് കാണിച്ചു കൊടുക്കും. തീർന്നില്ല, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മാനസിക പിരിമുറുക്കങ്ങൾ. നേരത്തെ പറഞ്ഞ സാമ്പത്തികം ഒറ്റക്കായ ബുദ്ധിമുട്ടുകളാണ്, ഭൗതികമായ ബുദ്ധിമുട്ടുകൾ. മറ്റൊന്ന് മാനസികമായ പിരിമുറുക്കങ്ങൾ അല്ലേ? ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം വിഷമം, പടച്ചോൻ ഇന്ന് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്, അതെങ്ങനെ ഞാൻ കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെ, മക്കളുടെ, ഭർത്താക്കന്മാരുടെ കാര്യം ആലോചിച്ച് ബേജാറാകുന്നവരുണ്ടാവും. എന്തെല്ലാം പ്രയാസങ്ങൾ. ഈ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല, അവരെ മനസ്സിൽ പല ഭാരം കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ആ ഭാരത്തിൽ നിന്നെല്ലാം, മാനസികമായ എല്ലാ പിരിമുറുക്കത്തിൽ നിന്നും വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവിടെയും ഒരു പുറത്തേക്കുള്ള വഴി അല്ലാഹ് കാണിച്ചു. ഇനി എന്താ? ഇതിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഓടി നടക്കുന്നത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടം. അത് അല്ലാഹ് തരാമെന്ന് പടച്ചറബിന്റെ ഓഫർ. മൂന്നാമത്തെ കാര്യം വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. പണിയെടുക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം. പക്ഷെ നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നമുക്ക് റിസ്ക് നൽകും. ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ തിന്നൽ മാത്രമല്ല. നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളെ കല്യാണം നടക്കണ്ടേ, അത് റിസ്ക്കാണ്. നമ്മുടെ ദുനിയാവിൽ നമുക്ക് ആവശ്യം നടക്കേണ്ട കാര്യങ്ങളൊക്കെ റിസ്ക്കാണ്. വീട് വേണ്ടേ, അത് റിസ്ക്കാണ്. വസ്ത്രം വേണ്ടേ, റിസ്ക്കാണ്. പെരുന്നാൾ ഉഷാറാകണ്ടേ, അത് റിസ്ക്കാണ്. ആ റിസ്ക് നമ്മൾ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, ഇപ്പം ജോലിക്ക് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം അയാൾ ഇസ്തിഗ്ഫാറുള്ള വ്യക്തിയാണെങ്കിൽ അല്ലാഹ് തുറന്ന് തരും എന്ന് പറഞ്ഞത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇസ്തിഗ്ഫാർ പതിവാക്കുക. ഇസ്തിഗ്ഫാർ പതിവാക്കിയ അവസ്ഥ നമ്മൾ കരയണം, ഹൃദയം പൊട്ടണം. പല ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തിന്മ ചെയ്താൽ ഒരു കറുത്ത കുത്ത് വീഴും കൽബിൽ. 2 തിന്മ ചെയ്താൽ 2 കുത്ത്, 10 തിന്മ ചെയ്താൽ 10 എണ്ണായി. ഈ ഒരു സ്പേസിൽ കൽബിൽ 10ഉം 100ഒക്കെ കുത്തു വീണാൽ എങ്ങനെ ഉണ്ടാവും? കറുത്ത് കരിവാളിച്ച് പോകും. തൗബ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അതിങ്ങനെ പതുക്കെ കറക്കെ മാറി മാറി തെളിഞ്ഞ് വരും. അങ്ങനെ തെളിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങയില്ലേ, തേങ്ങ പൊളിച്ചാൽ വെള്ളമൊന്നും കാണില്ല. തേങ്ങയിലെ വെള്ളം കാണണമെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? തേങ്ങ പൊട്ടിക്കണം. തേങ്ങ പൊട്ടിയാൽ വെള്ളം വരും. തേങ്ങയേക്കാൾ ഉറപ്പുള്ളതാണ് പലരുടെയും ഹൃദയം. ഫഹിയ കൽ ഹിജാറ, ഖുർആൻ പറഞ്ഞു കല്ല് പോലെയാണ്. കരിങ്കല്ലില്ലേ, കരിങ്കല്ല്, പാറ പോലെയാണ് ചില ആളുകളുടെ ഹൃദയം. ക്രൂരന്മാരായിരിക്കും അവർ, ഒരു ദയയില്ല, പാപം ചെയ്യാൻ ഒരു മടിയുമില്ല. പാറ പോലെ ഉറച്ച കല്ല്, ഉറച്ച ഹൃദയം. ഔഅശദ്ദു കസ്വ, അല്ല പാറയേക്കാൾ ഉറച്ചതുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ചില പാറകൾ ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് കാണാം. ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഇറ്റാത്ത ആളുകളാണോ അവരുടെ ഹൃദയം പാറയേക്കാൾ ഉറച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ തേങ്ങ പൊട്ടിയാൽ അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഇവിടെ പൊട്ടണം കൽബ് പൊട്ടിയിട്ട് കരയണം. അഭിനയിച്ച് കരയലല്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പ്രസംഗിച്ച് കരയാനൊക്കെ പറ്റും, കേട്ടിട്ട് നിങ്ങൾക്കും കരയാൻ പറ്റും. ചില ആളുകൾ വാഴ്ന്നു കേട്ട് കരയും.
വീട്ടിൽ പോയാൽ സീരിയലും കണ്ട് കരയും. അത് ഈമാനോണ്ടുള്ള കരച്ചിലല്ല. വഴന്ന് പറഞ്ഞ് അത് ഫീലിംഗ് ഉണ്ടാക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കരയും, എനിക്ക് കരയിക്കാൻ പറ്റും. ഞാൻ നല്ലൊരു ആക്ടർ കൂടിയാണെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ കരയും. ആ കരച്ചിലെ കണ്ടിട്ട് നിങ്ങൾ കരഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ആത്മാർത്ഥമായ കരച്ചിലുകൾ ഉണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ ഉണ്ടാക്കി കരയാനും പറ്റും, നിങ്ങളെ കരയിപ്പിക്കാനും പറ്റും. പക്ഷെ അങ്ങനല്ല. മൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ, ആരുമില്ല, ഉപ്പയും ഒന്നും കാണാനില്ല, മറ്റുള്ള അവർ കാണുമ്പോൾ ഒരു സന്തോഷം, ഞാൻ കരഞ്ഞത് അവരൊക്കെ കണ്ടു, അതല്ല, ആരുമില്ല കാണാൻ. അങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോൾ റബ്ബിനെ കുറിച്ച് ഓർത്ത് അല്ലാഹ് അല്ലാഹ് എന്നോർത്തുകൊണ്ട് റബ്ബേ എന്നുള്ള വിളി. റബ്ബുണ്ടല്ലോ, റബ്ബില്ലേ, റബ്ബിനെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, റബ്ബിനെ കാണണ്ടേ, റബ്ബിനെ കാണുന്ന ഒരു ദിനമുണ്ട്. ചില ആളുകൾ സ്നേഹിക്കുന്നവരെ കണ്ടിട്ടില്ല, ആ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ എന്ന് എത്ര തവണയാണ് പറഞ്ഞ് തന്നിട്ടില്ല. കത്ത് പലതും അയച്ചിട്ടുണ്ട്, മെസ്സേജ് ഒരുപാട് വിട്ടിട്ടുണ്ട്. ആ മെസ്സേജൊക്കെ ഒന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന അതിയായ മോഹമുണ്ട്. പക്ഷേ ആ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, ഒരു കാത്തിരിപ്പ്. പടച്ചവനെ കാണുന്നു വേണ്ട സ്നേഹിക്കാൻ. അള്ളാഹിന്റെ കത്ത് നമ്മുടെ കയ്യിലുണ്ട്, അള്ളാഹിന്റെ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ അള്ളാഹ് സംസാരിക്കുന്നത് എന്നോടാണ്. കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക എന്നാണ്. ആരാണ് നീ? ഞാൻ വായിക്കുമ്പോൾ ഞാനാണ് അവിടുത്തെ നീ. അള്ളാഹ് നമ്മളോട് പറയാ നീ പറയുക. അള്ളാഹിനെ കാണണം. അപ്പൊ അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് ഒരാൾ കരഞ്ഞു. മൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് തനിച്ചിരുന്നു അള്ളാഹിനെ ഓർത്തു, ദിക്ർ ചൊല്ലി അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് ഫഫാലത്ത് ഐന, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു, കൽബ് പൊട്ടിക്കണം. മോമിനീങ്ങളെ, ചില ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് നിരത്തണം നമ്മുടെ ഹൃദയം. അപ്പുറത്ത് യൂപിയിൽ പള്ളികൾ ഇടിച്ച് നിരത്താൻ പോവുകയാണ്, നിരത്തുകയാണ്. എന്താ മുസ്ലിം സമുദായത്തിന് പറ്റിയത്? ഇസ്സത്തില്ലാത്തവരാണോ മുസ്ലിമീങ്ങള്? പ്രത്യേകിച്ച് പൊന്നാനി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഹിറ്റില്ലമല്ലേ പൊന്നാനി, ദീനിന്റെ പാരമ്പര്യമുള്ള മണ്ണല്ലേ പൊന്നാനി. ആ പൊന്നാനിയുടെ പിൻതലമുറയല്ലേ നമ്മള്. ആ പൊന്നാനിക്കൊരു അന്തസ്സും അഭിമാനവുമില്ലേ? ഈ നാട്ടിൽ പൊന്നാക്കാരായ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ചില കാര്യങ്ങളൊന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ള അചഞ്ചലമായ ഇസ്സത്തുള്ള ഒരു ഈമാനുണ്ടല്ലോ മോമിനിങ്ങൾക്ക്. അതുണ്ടായാൽ ശത്രുവിന്റെ മനസ്സിലൊരു ഭയം പൊട്ടും, ഭയം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഭയമില്ല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിനെ ഭയമില്ല. നമ്മൾ അല്ലാഹുവിനെ ഭയന്നാൽ ശത്രുക്കൾ നമ്മളെ ഭയക്കും. നമ്മളാണ് മാറേണ്ടത്, നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. ഈ റമളാൻ കഴിയലോട് കൂടി, റമളാൻ വിട പറയുന്ന ഘട്ടത്തിൽ ഓരോ മോമിനീങ്ങളും തേങ്ങി തേങ്ങി കരഞ്ഞു പോകുന്ന നിറകുടങ്ങളായ ഈമാനിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വയാ ഖൗമി, എൻ്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യ്, തെറ്റ് അവസാനിപ്പിക്ക്. ചെയ്തു പോയ ഏത് തെറ്റാണെങ്കിലും അള്ളാഹിനോട് പറയും, ഐ ആം വെരി സോറി മൈ ഗോഡ്, അങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറബിയിൽ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അങ്ങനെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങൂ. അപ്പോഴോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അല്ലാഹു തആല ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. മഴ വേണോ? സമൃദ്ധിയായ മഴ തരും. അള്ളാഹിന്റെ അനുഗ്രഹം വേണോ? അനുഗ്രഹം വരും. രോഗങ്ങൾക്ക് ശിഫ വേണോ? ശിഫ വരും. എല്ലാം വരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, തുടരെ തുടരെ ആകാശലോകത്ത് നിന്ന് അള്ളാഹ് അയക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഴ. ആകാശലോകത്തിന്റെ കവാടങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തുറന്നു തരും. എപ്പോൾ? നിങ്ങൾ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയാൽ. തീർന്നില്ല, വയസിദിക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് ആരോഗ്യം നൽകും. കാണാൻ നല്ല മസിലൊക്കെ ഉണ്ട്, പക്ഷെ ഷുഗറാണ്, പ്രഷറാണ്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, എന്തെല്ലാം രോഗങ്ങളാണ് ആളുകൾക്ക്.
എത്ര മരുന്നാണ് ഒരു ദിവസം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്? ആരോഗ്യം വേണോ? യസിദിക്കും കൂവത്തന്നിലാ കൂവത്തിക്കും, നിങ്ങൾക്ക് കൂവത്ത് നൽകുമല്ല. ഇസ്തിഗ്ഫാർ ചെയ്ത ആരോഗ്യം തരുന്നു. വലാത്തവല്ലോ മുജിബിരി. ഇതൊക്കെ കേട്ടിട്ടും പിന്നെയും തെറ്റിലേക്ക് നിങ്ങൾ പിന്മാറിപ്പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ബദർ ഞാൻ മറന്നിട്ടല്ല, പക്ഷെ അടുത്ത ആഴ്ചകളിലൊക്കെ ഇവിടെ പറയായിരിക്കാം. ആ ബദരീങ്ങളെ പുനഃസൃഷ്ടിക്കപ്പെടണം. ഫലസ്തീനിലെ പോരാളികളെ പോലെ ഒരു സമൂഹ ലോകത്തുണ്ടാകണം. ആ ബദരീങ്ങൾക്ക് കിട്ടിയത് ഭൗതികമായ കരുത്തല്ല, ഈമാനിൻ്റെ കരുത്താണ്. അള്ളാഹിൻ്റെ സാമീപ്യം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈ പരിശുദ്ധ റമളാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്, കടന്നു പോകുന്നത്. ചെയ്യേണ്ട കാര്യം, ഒന്ന് നമ്മുടെ പള്ളക്ക് നോമ്പാണ് അല്ലേ, മറ്റൊന്ന് ഫർജിന് ഗുഹ്യസ്ഥാനത്തിന് നോമ്പാണ്. ഇതാണ് സാധാരണ നോമ്പ്. കൂട്ടത്തിൽ പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും കണ്ണിന് നോമ്പുണ്ടാകണം. നോമ്പെടുത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ഫേസ്ബുക്കിലും യൂട്യൂബിലും അനാവശ്യ വീഡിയോ കണ്ടിരുന്നാൽ നോമ്പ് ബാത്തിലാവും. ഇതങ്ങനെ ഒരുക്കം മട്ടിൽ അതിപ്പോൾ എന്താ അങ്ങനെ ബാത്തിലാവും. ഒരു പ്രതിഫലം നോമ്പിന് കിട്ടില്ല. നിങ്ങൾ ക്യാരം ബോർഡ് കളിച്ചിരിക്കണമെങ്കിൽ നോമ്പ് ബാത്തിലാകും. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 11 മാസം കളിച്ചില്ലേ, 11 മാസത്തൊക്കെ ചെയ്തില്ലേ, ഒരു മാസം നിങ്ങൾക്ക് പ്രത്യേക ഒരു ക്യാമ്പാണ്. ശരീരത്തിനും കണ്ണിനും കാലിനും കാതിനും കൈക്കും എല്ലാം നോമ്പാണ്. എല്ലാ അവയവങ്ങൾക്കും നോമ്പാണ്. രാത്രിയിലും നോമ്പാണ്, പള്ളക്കും ഫർജിനും ഒഴിച്ച്. രാത്രിയിൽ നോമ്പാണ്, കണ്ണിന് റമദാൻ മുഴുവൻ നോമ്പാണ്. കണ്ണുകൊണ്ട് ഹലാലല്ലാത്ത ഒന്നും റമദാൻ മാസത്തിൽ കാണാൻ പാടില്ല. നോമ്പ് മുറിഞ്ഞു പോകും. സംസാരിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. നമുക്ക് ഒന്നും ആവതില്ലേ, കിടന്നുറങ്ങിക്കോളി. നൗമുസ്വാഇമി ഇബാദ. അങ്ങനെ ഉറങ്ങിപ്പോകുന്നവൻ്റെ ഉറക്കം പോലും ഇബാദത്താണെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ എന്തായാലും ജോലിയിൽ ഏർപ്പെട്ടോളി. പുറത്ത് കാണരുത്, ക്യാരം ബോർഡ് കളിക്കരുത്, കളി കാണരുത്. കളിയോട് വിരോധമുള്ള ആളൊന്നുമല്ല ഞാൻ, കളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളും കളിക്കുന്ന ആളും തന്നെയാണ്. പക്ഷെ റമദാൻ മാസത്തിൽ നിങ്ങൾ കളി കാണരുത്, കളിച്ച് നടക്കരുത്. ഇങ്ങനെ ഒരു ഉഴപ്പം മട്ടിലൊക്കെ പലപ്പോഴും പറഞ്ഞു പോയതിൻ്റെ ദുരന്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇനി ഉഴപ്പം മട്ടിൽ പറയാൻ കഴിയില്ല, ശക്തമായി തന്നെ പറയാം. ഈമാനുള്ള ആളുകൾ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ ഇക്കാലഘട്ടത്തിൽ ബദരീങ്ങൾ അനുസ്മരിപ്പിക്കും വിധം ഈമാനിൻ്റെ നിറകുടങ്ങളായി മാറാൻ അള്ളാഹു ഈ റമളാൻ നമുക്ക് ഉപയോഗപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ വീഴ്ചകൾ എല്ലാം പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തരണേ തമ്പുരാനെ. അള്ളാഹു ഒരുപാട് വീഴ്ചകൾ റമളാനിലും അല്ലാതെയും ഒക്കെ സംഭവിച്ചു. ഗഫൂറായ അള്ളാഹ്, ഞങ്ങൾ നിന്നോട് ഖേദിക്കുകയാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ, മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ സമുദായം ദുർബലരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഈമാൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ബോധം ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തിനും ഉലമാക്കൾക്കും ഉമറാക്കൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.